നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2026 മാർച്ചിലെ ഹോളി ആഘോഷത്തിനിടെ ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുണ്ടായ തർക്കങ്ങളും അക്രമങ്ങളും വലിയ സംഘർഷത്തിനാണ് വഴിവെച്ചത്. ഒരാളുടെ മരണത്തിന് വരെ ഇടയാക്കുന്ന തരത്തിലുള്ള സംഘർഷങ്ങൾ രാജ്യത്ത് അരങ്ങേറി. ഇന്ത്യയുടെ നിറങ്ങളുടെ ഉത്സവമായ ഹോളി ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെയും ആകർഷിക്കാറുണ്ട്. എന്നാൽ ഈ വർഷത്തെ ആഘോഷങ്ങൾക്കിടയിൽ പുറത്തു വരുന്ന ചില വാർത്തകളും വീഡിയോകളും ആഘോഷങ്ങളിലെ അതിർവരമ്പുകളെ കുറിച്ചുള്ള ഗൗരവകരമായ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഒരു 11 വയസ്സുകാരി പെൺകുട്ടിക്ക് പറ്റിയ ഒരു അബദ്ധത്തിന്റെ പേരിൽ ബന്ധുവായ യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം ജനങ്ങൾ. 26 വയസ്സുകാരനായ തരുണാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മാർച്ച് 4 രാത്രി ഡൽഹി ഉത്തം നഗറിലെ JJ കോളനിയിലാണ് സംഘർഷം ആരംഭിച്ചത്. പെൺകുട്ടിയും ബന്ധുക്കളും വീട്ടിൽ ഹോളി ആഘോഷിക്കുന്നതിനിടയിൽ കുട്ടി വീടിന്റെ ടെറസിന് മുകളിൽ നിന്ന് കളർ ബലൂൺ എറിഞ്ഞത് റോഡിലൂടെ പോവുകയായിരുന്ന മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ ദേഹത്ത് വീണു. ഇതിനെ മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട സ്ത്രീ ചോദ്യം ചെയ്തിരുന്നു. തുടർന്ന് അവരും പെൺകുട്ടിയുടെ കുടുംബവും തമ്മിൽ വലിയ വാക്കുതർക്കമുണ്ടായി. പിന്നീട് പെൺകുട്ടിയുടെ കുടുംബം ക്ഷമാപണം നടത്തുകയും കുട്ടിയെ കൊണ്ട് സോറി പറയിപ്പിക്കുകയും ചെയ്തു. എങ്കിലും അവർ ക്ഷമിക്കാൻ തയ്യാറായില്ല. തുടർന്ന് ഈ നിസ്സാര തർക്കം അരമണിക്കൂറിനുള്ളിൽ ഇരു മതസ്ഥർ തമ്മിലുള്ള വളരെ അക്രമാസക്തമായ ഏറ്റുമുട്ടലായി മാറി. വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഈ ഒരു 11 വയസ്സുകാരിയുടെ ബന്ധുവായിട്ടുള്ള തരുൺ എന്ന് പറയുന്ന 26 വയസ്സുള്ള യുവാവിനെ ഈ എതിർഭാഗത്തുള്ള ഈ ഒരു ബലൂൺ എറിഞ്ഞു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദേഹത്ത് വന്ന് പതിച്ചു എന്ന് പറയുന്ന യുവതിയുടെ ബന്ധുക്കൾ, അല്ലെങ്കിൽ അവരുടെ മതത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ ഉൾപ്പെടുന്ന ഒരു സംഘം പലതരത്തിലുള്ള ആയുധങ്ങൾ, വടികളും കല്ലുകളും ഒക്കെ ഉപയോഗിച്ച് ഈ യുവാവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. നിഷ്ഠൂരം ആ യുവാവിനെ തെരുവിലിട്ട് തല്ലി ചതച്ചു എന്ന് തന്നെ വേണം പറയാം. യുവാവിനെ അതിക്രൂരമായി മർദ്ദിക്കുകയും റോഡിൽ വീണപ്പോൾ ഒരു ഭാരമുള്ള കല്ല് നെഞ്ചിലെറിയുകയും ചെയ്തു. തരുൺ റോഡിൽ വീണ് കിടക്കുന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബം എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷെ അപ്പോഴേക്കും ആൾക്കൂട്ടത്തിന്റെ ക്രൂരമായ മർദ്ദനത്തിൽ ആ യുവാവ് മരണപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തരുണിനൊപ്പം മർദ്ദനമേറ്റ മുത്തശ്ശൻ മാൻസിംഗ്, ബന്ധു രമേശ് എന്നിവരും ആശുപത്രികളിൽ ചികിത്സയിലാണ്. യുവാവിന്റെ കൊലപാതകത്തെ തുടർന്ന് പ്രദേശത്ത് വലിയ രീതിയിലുള്ള ജനരോഷം ആളിപ്പടർന്നിട്ടുണ്ട്. ബജ്രംഗ് ദൾ, വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് വലിയ പ്രതിഷേധങ്ങളാണ് നടന്നത്. പ്രതിഷേധക്കാർ 2 വാഹനങ്ങൾ അഗ്നിക്കിരയാക്കുകയും സമീപത്തെ വീടുകളുടെ ജനാലകൾ തകർക്കുകയും ചെയ്തു. സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ പ്രദേശത്ത് കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതായും 4 പേരെ അറസ്റ്റ് ചെയ്തതായും പോലീസ് അറിയിച്ചു. കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് പ്രദേശത്ത് തുടരുകയാണ്. 2 വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് അക്രമത്തിൽ അവസാനിച്ചത്. ഏതായാലും പ്രതികൾക്കെതിരെ സെക്ഷൻ 103 പ്രകാരം കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ടെന്നും അന്വേഷണം ഊർജിതമായി നടക്കുമെന്നും ദ്വാരക DCP കുശാൽ പാൽ സിംഗ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വാർത്ത അധികമൊന്നും നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പലപ്പോഴും പല നമ്മുടെ സംസ്ഥാനങ്ങളിലും ഹോളി ആഘോഷം നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടാകാറുണ്ട്. ചിലർ ഇതിനെ നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരാറുണ്ട്. ഏതായാലും ഇത്തവണത്തെ ഹോളിയും ഒരു മരണത്തിൽ ഒരു 26 വയസ്സ് മാത്രമുള്ള യുവാവിനെ തല്ലിച്ചതച്ച് കൊലപ്പെടുത്തിയ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് TP സെൻകുമാർ അല്ലെങ്കിൽ വാർത്ത അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് ഇത് പങ്കുവച്ചിരിക്കുന്നത്. ഈ യുവാവിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഡൽഹിയിലെ ഉത്തം നഗറിൽ കുട്ടികൾ ഹോളി ആഘോഷിക്കുകയായിരുന്നു. 11 വയസ്സുള്ള ഒരു പെൺകുട്ടി മേൽക്കൂരയിൽ നിന്ന് റോഡിൽ നിൽക്കുന്ന തൻ്റെ അച്ഛനിലേക്കായി വെള്ളം നിറച്ച ബലൂൺ എറിഞ്ഞു. ബലൂൺ റോഡിൽ വീണ് പൊട്ടി. അതിൽ നിന്ന് ചില തുള്ളികൾ സമീപം നിന്നിരുന്ന ഒരു മുസ്ലിം സ്ത്രീയുടെ മേൽ തെറിച്ചു. തുടർന്ന് വാക്കുതർക്കമുണ്ടായി. പെൺകുട്ടിയുടെ കുടുംബം ക്ഷമ ചോദിച്ചു. അതോടെ പ്രശ്നം അവസാനിച്ചതായി തോന്നി. പക്ഷേ അത് അവിടെ അവസാനിച്ചില്ലെന്നാണ് പിന്നീട് മനസ്സിലായത്.
ഏകദേശം അരമണിക്കൂറിന് ശേഷം കല്ല്, ഇരുമ്പ് റോഡുകൾ എന്നിവയുമായി ഒരു സംഘം അവിടെ എത്തി പെൺകുട്ടിയുടെ കുടുംബത്തെ ആക്രമിച്ചു. ആ ആക്രമണത്തിൽ തരുൺ എന്ന യുവാവ് കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹോളി ആഘോഷത്തിനിടയ്ക്ക് ഒരു തുള്ളി വെള്ളം വീണ സംഭവത്തെ മാത്രം കാരണം കാണിച്ച് ഒരാളെ ക്രൂരമായി ഇല്ലാതാക്കിയത് യുക്തിസഹമായി വിശദീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് മലയാളി മാപ്രകൾ ഈ വിഷയം അന്തിച്ചർച്ച ചെയ്യാത്തത്? ഷാജി പറഞ്ഞ പോലെ മതമാണ് പ്രശ്നം ആണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കുറച്ച് ചോദ്യചിഹ്നങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഈ ഒരു സംഭവം ഉണ്ടായിട്ട് ഇപ്പോഴും ഇതൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള ചർച്ച വിഷയമാക്കിയില്ല എന്നുള്ളതാണ്. കാരണം വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പലപ്പോഴും ഹോളി ആഘോഷങ്ങൾ നടക്കുമ്പോൾ ചില സംസ്ഥാനങ്ങളൊക്കെ തന്നെ ചില മുൻകരുതലുകൾ എടുക്കാറുണ്ട്. ഇത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഹോളി ആഘോഷത്തിനിടയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയിൽ ഒരു പെൺകുട്ടിയെ ഹോളി ആഘോഷത്തിനിടെ യുവാക്കൾ ഉപദ്രവിക്കുന്നത് ദൃശ്യമാണ്. ഇതും വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ടായിരുന്നു. അതായത് ആ യുവതിയുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി ആ യുവതി അത് പരമാവധി തടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ തന്നെ ഒരു തമാശയ്ക്കായിട്ട് തുടങ്ങിയതാണ്. പക്ഷെ പിന്നീട് ആ യുവതിയുടെ വസ്ത്രങ്ങൾ വലിച്ചു മാറ്റുന്നു. മാത്രമല്ല സ്വകാര്യ ഭാഗങ്ങൾ പുറത്തേക്ക് കാണിക്കുന്ന രീതിയിൽ വസ്ത്രങ്ങൾ വലിച്ചു മാറ്റി അവിടെ ഈ പറയുന്ന പോലെ ചായം പൂശാനും അതുപോലെ തന്നെ ഒരു പൈപ്പിൽ നിന്ന് വെള്ളം ആ ഭാഗത്തേക്കൊക്കെ തന്നെ ഒഴിക്കുന്നുണ്ട്. ഇത് ഒരാൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുന്നുണ്ട്. പല ആളുകളും അവിടെ കൂടി നിൽക്കുന്നവരൊക്കെ തന്നെ ഇത് ആസ്വദിക്കുന്നുണ്ട്. ഏതായാലും പല ആഘോഷങ്ങളുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന കാഴ്ചയും ചില ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ലണ്ടനിലും ഈ ഹോളി ആഘോഷം നടക്കുന്നതിനിടയിൽ ഒരു വിഭാഗം ആളുകൾ എത്തി അത് തടസ്സപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ഹോളിക ദഹൻ ആഘോഷത്തിൽ കുടുംബങ്ങളും നാട്ടുകാരും വിശിഷ്ട വ്യക്തികളൊക്കെ തന്നെ പങ്കെടുത്തു. ഇതിൽ കൗൺസിലിൽ നിന്ന് ഇതിനകം അനുമതി ലഭിച്ചിട്ടാണ് ആളുകൾ അത് ആഘോഷിക്കാനായിട്ട് തുടങ്ങിയത്. സേവനമനുഷ്ഠിക്കുന്ന 2 മേയർമാർ, കൗൺസിൽ അംഗങ്ങൾ, കൗൺസിൽ പോർട്ട്ഫോളിയോ ഹോൾഡർമാർ, ലണ്ടൻ ഫയർ ബ്രിഗേഡിന്റെ ഒരു കമാൻഡോ എന്നിവരുൾപ്പെടെ നിരവധി പൗര നേതാക്കളെല്ലാം തന്നെ ഈ ഹോളി ആഘോഷത്തിന്റെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. സമൂഹത്തിന്റെ പരിപാടിക്ക് എല്ലാ പാർട്ടി പിന്തുണയും പ്രകടിപ്പിച്ചു. എന്നിരുന്നാലും ഒരാൾ ഈ ഒരു സ്ഥലത്ത് വലിയ ബഹളം സൃഷ്ടിക്കുകയും ചില നുഴഞ്ഞുകയറ്റ സംഘം തമ്മിലുള്ള സംഘർഷം രൂക്ഷമായപ്പോൾ പിന്നീട് ഹോളി ആഘോഷം മുന്തും തള്ളുമൊക്കെ ആയിട്ട് അവസാനിക്കുകയായിരുന്നു. ഹോളി ആഘോഷങ്ങളുടെ മറവിൽ ഇത്തരം ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണെന്നും കർശന നടപടികൾ ആവശ്യമാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം വൈറലായ ഒരു വീഡിയോയിൽ റോഡരികിൽ നിൽക്കുന്ന വിദേശിയായ ഒരു പിതാവിനെയും കൊച്ചുമകളെയും കാണാം. ആഘോഷങ്ങൾക്കിടയിൽ ഒരു സ്ത്രീ വരികയും കുട്ടിയോട് ഹലോ പറഞ്ഞ് അവളുടെ കവളിൽ ചായം തേക്കുകയും ചെയ്യുന്നത് കാണാം. തുടർന്ന് പിതാവ് കുട്ടിയെ തോളിലെടുത്തുകൊണ്ട് നടന്നു നീങ്ങുകയും ചെയ്തു. സൗഹൃദപരമായ ഒരു നീക്കമായി ഇത് തോന്നാമെങ്കിലും വലിയൊരു വിഭാഗം ആളുകൾ ഇതിനെതിരെ രംഗത്തെത്തി. കാരണം കുട്ടിയുടെ സമ്മതമില്ലാതെയും പിതാവിനോട് അനുവാദം ചോദിക്കാതെയും നിറം തേച്ചത് ശരിയാണോ എന്നതായിരുന്നു പ്രധാന ചോദ്യം. കുട്ടികൾക്ക് അലർജി ഉണ്ടാവാനുള്ള സാധ്യതയും അപരിചിതർ കുട്ടികളെ സ്പർശിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളും ചർച്ചയായി. എന്നാൽ ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഇത്തരം സ്നേഹപ്രകടനങ്ങളെ എന്തിനെ വിമർശിക്കണം എന്ന് ചോദിക്കുന്നവരും കുറവല്ല. ഇതിനിടയിലാണ് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു യുവതിയും തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവച്ചത്. ഇത്തരത്തിലുള്ള വൃന്ദാവനിലെ ആഘോഷങ്ങൾ തനിക്കൊരു പേടി സ്വപ്നമായിരുന്നു എന്നാണ് അവർ വെളിപ്പെടുത്തിയത്. അപരിചിതർ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സ്ത്രീകളുടെ മേൽ നിറങ്ങൾ വാരിയെറിയുന്നു. തെരുവിലൂടെ നടക്കുമ്പോൾ ആരോ തൻ്റെ കണ്ണിലേക്ക് നേരിട്ട് നിറം എറിഞ്ഞുവെന്നും അതിൽ ചെറിയ കല്ലുകൾ ഉണ്ടായിരുന്നെന്നും യുവതി പറയുന്നുണ്ട്. ഈ അനുഭവം തന്നെ വല്ലാതെ ഭയപ്പെടുത്തിയെന്നും ആഘോഷങ്ങൾ പലപ്പോഴും അനിയന്ത്രിതമായി മാറുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ഒപ്പം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കണ്ണിൻ്റെ പൂർണ്ണ കാഴ്ച തിരിച്ചു കിട്ടിയില്ലെന്നും അവർ അവകാശപ്പെട്ടിരുന്നു. ആഘോഷങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ മറ്റുള്ളവരുടെ സ്വകാര്യതയെയും താല്പര്യങ്ങളെയും മാനിക്കേണ്ടതുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല പലപ്പോഴും യുപിയിലെ ഹോളി ആഘോഷത്തിന് മുൻപോടിയായിട്ട് മസ്ജിദുകൾ ടാർപോളിൻ കൊണ്ട് മൂടി അധികൃതർ നടപടിയെടുക്കാറുണ്ട്. ഹോളി ദിനത്തിൽ പള്ളികൾക്ക് നേരെ ആക്രമണം നടക്കാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളുടെ ഭാഗമാണിത്. 10-ലധികം പള്ളികളാണ് ഇത്തവണയും ഇത്തരത്തിൽ മൂടിയത്. ഹോളിക്ക് മുന്നോടിയായി സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയതായും സാമുദായിക സൗഹൃദം ഉറപ്പുവരുത്തുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും UP പോലീസ് അറിയിച്ചു. മുൻകരുതലിന്റെ ഭാഗമായി ജില്ലയിൽ പോലീസ് മാർച്ചും നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ ആഘോഷയാത്രകളും ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷിക്കാനാണ് ജില്ലാ പോലീസിന്റെ തീരുമാനം. ഹോളി ദഹൻ ഉൾപ്പെടെ പ്രശ്ന സാധ്യതാ സ്ഥലങ്ങളിലും പരിശോധനയൊക്കെ തന്നെ UPയിൽ കർശനമാക്കിയിട്ടുണ്ടായിരുന്നു. ചടങ്ങുകൾക്കായി 3 കമ്പനി സായുധ സേനയെയും 200 കോൺസ്റ്റബിൾമാരെയായിരുന്നു UPയിൽ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്.